സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, CPIM-ൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കേളുകെട്ടൻ പഠന ഗവേഷണ കേന്ദ്രം മുൻകൈയെടുത്ത് സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ ക്ലാസ്. ആ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച പഠന ഗവേഷണ കേന്ദ്രത്തിന് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ സാധാരണഗതിയിലുള്ള നമ്മുടെ പഠന പരിപാടികളും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും അസാധ്യമായി വന്നിരിക്കുകയാണ്. സാധാരണ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നത് ഒരു കൂട്ടം സഖാക്കൾ ഒരു ഹാളിൽ ഒത്തുചേർന്ന് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് നടപടിക്രമമാണ് നമുക്ക് അനുഭവമുള്ളത്. എന്നാൽ അത്തരം ഒരു സ്ഥിതി ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കുക സാധ്യമല്ല. സാമൂഹ്യ വ്യാപനം അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഇന്നത്തെ നിലയിൽ ഏത് പരിപാടിയും സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരവസരം വരുന്നതുവരെ കാത്തിരിക്കാം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നീണ്ടുപോകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. CPIM-ൻ്റെ പ്രവർത്തനത്തിൽ പ്രത്യയശാസ്ത്ര പ്രചരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത്തരമൊരു പ്രസ്ഥാനത്തിന് പാർട്ടി ബന്ധുക്കളെയും ബഹുജനങ്ങളെയും CPIM-ൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് പഠന ഗവേഷണ കേന്ദ്രം ഇത്തരമൊരു പരിപാടിക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി മുന്നോട്ട് വന്ന പഠന ഗവേഷണ കേന്ദ്രം സഖാക്കളെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മഹാമാരിയും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പഠനത്തിൻ്റെ പ്രസക്തിയും സംബന്ധിച്ചാണ്. ചുറ്റുപാടുകളിൽ നിന്നുള്ള പലവിധത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടും അതിജീവിച്ചുമാണ് മനുഷ്യ സമൂഹം വളർന്ന് വികസിച്ചത്. പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യൻ നിലനിൽക്കുമ്പോഴും അതുമായി നിരന്തരം പ്രകൃതിയുമായി ഏറ്റുമുട്ടിക്കൊണ്ടാണ് മനുഷ്യർ മുന്നോട്ട് വന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വൈരുദ്ധ്യം കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ പോലും നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പ്രകൃതിയെ മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമാണ് നാം മനുഷ്യൻ എന്ന് കണ്ടുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകുക എന്നതാണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം മുന്നോട്ട് നൽകുന്ന സന്ദേശം. COVID-19 മനുഷ്യ സമൂഹം വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇക്കാലത്ത് ഇത്തരം കാര്യങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. അതുപോലെ നിരവധി പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടുകൊണ്ടാണ് മനുഷ്യർ മുന്നോട്ട് വന്നത്. അത് പ്രളയത്തിൻ്റെയും ഭൂകമ്പത്തിൻ്റെയും ഉഷ്ണത്തിൻ്റെയും മാത്രമല്ല, മഹാമാരികളുടെ രൂപത്തിലും ഇത്തരം പ്രതിസന്ധികൾ മനുഷ്യരിൽ തീമഴ പോലെ പെയ്തിറങ്ങിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സ്പാനിഷ് ഫ്ലൂ, ഫ്ലാഗ്, ഏഷ്യൻ ഫ്ലൂ തുടങ്ങിയ മഹാമാരികൾ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ ജീവൻ അപഹരിച്ചാണ് കടന്നുപോയത്. 50 ദശലക്ഷം ജനങ്ങൾ, അന്നത്തെ ലോക ജനസംഖ്യയുടെ 6%, സ്പാനിഷ് ഫ്ലൂവിൽ മരണപ്പെട്ടു. ഇതിൻ്റെ പ്രതിരോധത്തിന് നേതൃത്വം വഹിച്ച പ്രധാനപ്പെട്ട മഹത് വ്യക്തിയായിരുന്നു സഖാവ് VI ലെനിൻ. ലോകത്തെമ്പാടുമുള്ള ദുരിതങ്ങൾക്കെതിരെ
പ്രതിരോധിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് അതിനെ ലെനിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിലയിരുത്തിയിരുന്നത്. കേരളത്തിൽ നമുക്കിതിൻ്റെ ചില അനുഭവങ്ങളുണ്ട്. കേരളത്തിൽ രണ്ടാം ലോകമഹായുദ്ധം വിതച്ച കെടുതികളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഭക്ഷ്യക്ഷാമവും പകർച്ചവ്യാധിയും. ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് ഉൽപ്പാദന വർധനവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കി. കോളറക്കും വസൂരിക്കുമെതിരെ കമ്മ്യൂണിസ്റ്റ് വളണ്ടിയർമാർ സഹായകവുമായി ജനങ്ങൾക്കൊപ്പം നിന്നു. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ത്യാഗോജ്വലമായ അത്തരം പ്രവർത്തനത്തിലൂടെയാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയം കേരളത്തിൽ വികസിച്ചു വന്നത്. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായ ഉശിരൻ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നത്. ഇന്ന് കോവിഡിൻ്റെ വരവോടുകൂടി മനുഷ്യ സമൂഹം ഒരു പുതിയ പ്രതിസന്ധിയെ നേരിട്ടിരിക്കുകയാണ്. നിരവധി മഹാമാരികളുടെ തുടർച്ച എന്ന നിലയിൽ ഈ കോവിഡ്-19 മാറിയിരിക്കുകയാണ്. ഈ രോഗം ഇന്ന് ലോകത്ത് 216 രാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞു. 4 ലക്ഷത്തിലേറെ ആളുകൾ മരണപ്പെട്ടു. 52 ലക്ഷത്തിലധികം 60 ലക്ഷത്തോളം ആളുകൾ ഇന്ന് രോഗബാധിതരാണ്. ഇത് കാണിക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഈ രോഗത്തെ പ്രതിരോധിക്കുക എന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നതാണ്. ഈ ഗൗരവാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടുക എന്നതാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ വർത്തമാനകാലത്ത് ഏറ്റെടുക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ കടമ. ഈ ഗൗരവാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ജനത ഇതിനെതിരായി ഒറ്റക്കെട്ടായി പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശ്രമങ്ങൾ ലോക ജനത നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏത് വിപത്തിനെയും നേരിട്ട് മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്നും കണ്ടിട്ടുള്ളത്. മനുഷ്യ സമൂഹം നിലനിന്നെങ്കിൽ മാത്രമേ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെ കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇടപെടുക എന്നത് വർത്തമാനകാലത്തെ സുപ്രധാനമായ കടമയാണ്. രോഗാവസ്ഥ പ്രതിരോധിക്കുന്നതിനെടുക്കുന്ന സമീപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്ര ധാരണകളെയും കാഴ്ചപ്പാടുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നത് നാം മനസ്സിലാക്കണം. ഓരോ രാജ്യങ്ങളും ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തു വരുന്നത് എന്ന രീതി പരിശോധിച്ചാലാണ് ഇക്കാര്യം വ്യക്തമാകുക. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണെന്നും അതിലിടപെടാതെ മനുഷ്യജീവിതം മുന്നോട്ട് പോകാനാവില്ലെന്നും ഓർമ്മപ്പെടുത്തുന്ന കാലമാണ് ഈ കോവിഡ് കാലം. മനുഷ്യർ ദുരന്തങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് കയറിയത് കൂട്ടായ്മയിലൂടെയാണ്. സംഘശക്തിയാണ് വെല്ലുവിളികളെയെല്ലാം നേരിടാൻ മനുഷ്യനെ പ്രാപ്തനാക്കിയത്. ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും അതേസമയം ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ കഴിയുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന് ഉണ്ടായിരുന്നത്. ഈ ദുരിതങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളാണ് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിലേക്ക് തൊഴിലാളി വർഗത്തെ എത്തിച്ചേർത്തത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സ്ഥിതിവിശേഷത്തെ നേരിടുന്നതിൽ മുതലാളിത്തത്തിനുള്ള ദൗർബല്യം എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരവസരം കൂടിയാണ്.
ഇന്ന് ലോകത്തെമ്പാടും കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മികച്ച സാങ്കേതിക വിദ്യയും സമ്പത്തും ഉണ്ടായിട്ടും മുതലാളിത്ത രാജ്യങ്ങളിൽ ജനതയുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നത് അനുഭവം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണം ആ വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനാരോഗ്യം എന്നത് സുപ്രധാനമായ ഒന്നായി കാണാൻ മുതലാളിത്തത്തിന് കഴിയുന്നില്ല. രോഗവും രോഗാവസ്ഥയും പോലും കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാനുള്ള വഴികളായി കാണുന്ന രീതിയാണ് മുതലാളിത്ത രാജ്യങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ ഉയർന്നു വരുന്നില്ല. ഇത്തരം കാഴ്ചപ്പാടുകൾക്കെതിരായിട്ടാണ് മഹാനായ കാറൽ മാർക്സ് തൻ്റെ ജീവിതം നീക്കിവെച്ചത്. മുതലാളിത്തത്തിൻ്റെ ആരംഭദശയിൽ തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങളെയും സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ചൂഷണത്തിൻ്റെ പ്രശ്നങ്ങളും സജീവമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കാറൽ മാർക്സ് രംഗത്ത് വന്നിരുന്നത്. മുതലാളിത്തത്തിൻ്റെ വളർച്ച പ്രാഥമിക അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അവയങ്ങനെ വളരും. എങ്ങനെയാണത് തകർച്ചയിലേക്ക് നയിക്കുക എന്ന് കാറൽ മാർക്സ് വ്യക്തമാക്കിയുണ്ടായി. മൂലധനം എന്ന ബൃഹത്തായ ഗ്രന്ഥം മാർക്സ് എഴുതിയത് തന്നെ മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക ചലനങ്ങളെയും ചൂഷണത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളെയും പരിചയപ്പെടുത്താനായിരുന്നു. ആ പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായി മാർക്സ് ഓർമ്മിപ്പിച്ചത് മുതലാളിത്തം എന്നത് ലാഭാധിഷ്ഠിതമായൊരു വ്യവസ്ഥയാണ് എന്നതാണ്. കൂടുതൽ ലാഭം കൊയ്യാൻ വേണ്ടി മനുഷ്യനെയും മനുഷ്യത്വത്തെയും പിഴിയുന്നതാണ് മുതലാളിത്തത്തിൻ്റെ സംസ്കാരം എന്ന് മാർക്സ് അന്നേ ഓർമ്മപ്പെടുത്തി. അതിൻ്റെ സവിശേഷതയെ മനസ്സിലാക്കുന്നതിലേക്കായി അന്നത്തെ തൊഴിലാളി നേതാവായിരുന്ന ടണ്ണിങ്ങിൻ്റെ ഉദ്ധരണികളും അദ്ദേഹം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകൾ വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് ഈ ഘട്ടത്തിൽ മാർക്സ് മൂലധനത്തിൽ ടി.ജെ. ഡണ്ണിങ്ങിൻ്റെ മുതലാളിത്തത്തിൻ്റെ സവിശേഷത വ്യക്തമാക്കാൻ രേഖപ്പെടുത്തിയ കാര്യം എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം. ഉദ്ധരണി: തക്ക ലാഭമുണ്ടെങ്കിൽ മൂലധനം ധീരമായി പെരുമാറും. 10% ലാഭത്തിന് മൂലധനം എവിടെയും വ്യാപരിക്കും. 20% ലാഭം ആർത്തി വളർത്തും. 50% ലാഭം എല്ലാ മാനുഷിക മൂല്യങ്ങളെയും ചവിട്ടിമെതിക്കാൻ തയ്യാറാവും. 300% ലാഭത്തിന് മൂലധനം ചെയ്യാത്ത പാതകമില്ല. അത് നേരിടാൻ അറക്കുന്ന ആപത്തില്ല. ഉടമയെ തൂക്കിലേറ്റുന്ന കടുംകൈക്ക് പോലും അത് മുതിരുന്നു. കുഴപ്പവും കലാപവും ലാഭം വർദ്ധിപ്പിക്കുമെങ്കിൽ മൂലധനം രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കും. കള്ളക്കടത്തും അടിമക്കച്ചവടവും ഇവിടെ പറഞ്ഞതെല്ലാം വസ്തുത മാത്രമാണെന്ന് തെളിയിക്കുന്നു. ഉദ്ധരണി അവസാനിച്ചു. ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ലോക മുതലാളിത്തത്തിൻ്റെ നായകസ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയിലാണ് 100,000-ലധികം ആളുകൾ മരിച്ചു വീണിരിക്കുന്നത്. എന്നാൽ അവിടെ ലോക്ക്ഡൗൺ നടപ്പിലാക്കി സ്ഥിതിഗതികളെ നേരിടാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം എന്താണ്? അങ്ങനെ വന്നാൽ ഉൽപ്പാദനവും മറ്റും നടക്കാതെ വരും. അത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം. എല്ലാ സമ്പത്തുകളും ഉൽപ്പാദിപ്പിക്കേണ്ടതും നിലനിൽക്കേണ്ടതും മനുഷ്യൻ്റെ കൂടി താല്പര്യത്തെ കണക്കിലെടുത്തുകൊണ്ടാവണം എന്ന സാമാന്യ ധാരണ പോലും മുതലാളിത്ത രാജ്യങ്ങൾക്കില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളുടെ സ്ഥിതിയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതിയും പരിശോധിച്ചാൽ ഈ രണ്ട് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള
വ്യതിരക്തത നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കയിൽ ഈ സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റ് വൽക്കരണം ശക്തിപ്പെടുത്താൻ അവിടുത്തെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായി കോർപ്പറേറ്റ് വൽക്കരണം ആണ് അമേരിക്കൻ ഭരണകൂടം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സമീപനം സ്വീകരിച്ച എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും ഇതേ സ്ഥിതി തന്നെയാണ് നാം ഇന്ന് കാണുന്നത്. ബ്രസീലിൽ വലതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച ഉദാരവൽക്കരണ നടപടികളാണ് ഇന്ന് ബ്രസീലിനെ ഇത്തരമൊരു ദുരന്തത്തിലേക്ക് തള്ളി നീക്കിയത്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ അനുഭവവും ഇതേ സ്ഥിതിയാണെന്ന് മുതലാളിത്ത രാജ്യങ്ങൾ ഓരോ രാജ്യത്തുമുള്ള റിപ്പോർട്ടുകൾ ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതി പരിശോധിച്ച് നോക്കിയാൽ ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു രാജ്യമായിരുന്നു ചൈന. അവിടെ 83,000-ലേറെ പേർക്ക് ആദ്യം കോവിഡ് ബാധിച്ചു. 4,634 മരണങ്ങളുണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ചൈനയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. അതെങ്ങനെ സാധിച്ചു? രോഗബാധിതരായ എല്ലാവർക്കും സൗജന്യമായ ചികിത്സ ഉറപ്പുവരുത്തിക്കൊണ്ട് മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ സമീപനം ജനകീയ ചൈനയ്ക്ക് സ്വീകരിക്കാൻ സാധിച്ചു. അതിൻ്റെ നേട്ടമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ക്യൂബയിൽ 1,689 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 82 പേരാണ് മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളുള്ളത്. വിയറ്റ്നാമിലാണെങ്കിൽ ഒരു മരണവും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 58 പോസിറ്റീവ് കേസുകൾ അവിടെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ മരണത്തിലേക്ക് എത്തിയിട്ടില്ല. ലാവോസിൽ ഒരു മരണവും ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊറിയയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സ്വന്തം രാജ്യത്തോട് കടമ നിർവഹിക്കുന്നതോടൊപ്പം സാർവദേശീയമായ വിധത്തിൽ ഇന്നത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ഇടപെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന 150 രാജ്യങ്ങളിലേക്കാണ് വിവിധ പരിശോധനാ സംവിധാനങ്ങളും മരുന്നുകളുമായി എത്തിയിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. ക്യൂബയിലാണെങ്കിൽ ലോകത്തിലെ 50 രാജ്യങ്ങളിൽ മെഡിക്കൽ മിഷനുകൾ അയച്ചുകൊണ്ട് ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് ക്യൂബ, ഒരു ചെറിയ രാജ്യം, ലോകത്തിനു മുമ്പിൽ അതിൻ്റെ പ്രത്യേകത അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇത് രണ്ട് കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആരോഗ്യമേഖലക്കകത്ത് സാധാരണ ജനങ്ങൾക്ക് ചികിത്സ പോലും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം മുതലാളിത്ത രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. പൊതു ആരോഗ്യ സംവിധാനത്തെയും സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സകൾ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളുമെല്ലാം തകർത്തിരിക്കുകയാണ്. ഇത്തരമൊരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായി തീർന്നത് എന്താണ്? ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലാവട്ടെ പ്രായമായവർക്ക് ചികിത്സ തന്നെ നിഷേധിക്കുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്ക തുടരുന്ന, മുതലാളിത്ത രാജ്യങ്ങൾ തുടരുന്ന ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരെ മനുഷ്യത്വ സമീപനത്തിലും ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചും ലോകാരോഗ്യ സംഘടന നിലപാട് സ്വീകരിച്ചപ്പോൾ അവയ്ക്കെതിരായി പോലും ശബ്ദമുയർത്താനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതായത് കോർപ്പറേറ്റുകൾക്ക് ലാഭം ഇല്ലാതായി തീരുന്ന ഒരു പ്രവർത്തനത്തിലും ഭാഗവാക്കാകാൻ അമേരിക്ക തയ്യാറല്ല എന്ന് ഈ സന്ദർഭത്തിലും വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രകൃതിയെപ്പോലും ചൂഷണം ചെയ്യുക, അതാണ് മുതലാളിത്തത്തിൻ്റെ സമീപനമെന്ന് വ്യക്തമാക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ലോക തലത്തിലുണ്ടാക്കിയ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയ സംഭവം ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കിയത്. ഇതേ സമീപനം തന്നെയാണ് ഇന്ത്യയിൽ അധികാരത്തിലുള്ള
BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സാമ്രാജ്യത്വ അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുന്ന ഭരണകൂടങ്ങളെല്ലാം ഒരേ വീക്ഷണ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് യാതൊരു മുന്നറിയിപ്പ് നൽകാതെ സ്വീകരിച്ച നടപടി ഉണ്ടാക്കിയ പ്രത്യാഘാതം ഇന്ന് ഇന്ത്യൻ ജനങ്ങളിൽ ഗുരുതരമായ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു കഴിഞ്ഞു. പാക്കേജ് പ്രഖ്യാപിച്ചു. കേരളം ആദ്യം തന്നെ എടുത്ത സമീപനം 20,000 കോടി രൂപയുടെ പാക്കേജ് ഇന്ത്യയിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്. എന്നാൽ വളരെ കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ചില പാക്കേജ് പ്രഖ്യാപിച്ചു. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇത് ഒരു വൈറസാണെന്നും അതിനെ പ്രതിരോധിക്കുന്നതിന് നമ്മുടെ ജീവിതശൈലിക്ക് മാറ്റം വരുത്തുകയാണ് അനിവാര്യം. ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ സമീപനം വേണമെന്നത് വ്യക്തമാക്കുന്നുണ്ട്. അത്തരം ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച് രോഗം ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പകരം പാത്രം മുട്ടുക, ഒച്ച വെക്കുക, അതുവഴി വൈറസിനെ അകറ്റിക്കളയാം എന്ന അശാസ്ത്രീയമായ ധാരണകൾ പ്രചരിപ്പിക്കാനാണ് പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുത്തത്. ഗോമൂത്രമാണ് ഈ രോഗത്തിൻ്റെ പ്രതിരോധം എന്നുപോലും വിളിച്ചു പറയുന്ന അശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അത്തരം പ്രചാരകർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണകൂടം അവരുടെ കാഴ്ചപ്പാട് എന്താണ്? മുതലാളിത്ത സമീപനത്തിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ മുമ്പിൽ തുറന്ന് കാണിക്കപ്പെട്ടത്. കേന്ദ്ര പാക്കേജ് വളരെയധികം കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചതാണ്. 20 ലക്ഷം കോടി രൂപ. ഇത് പലർക്കും ആദ്യഘട്ടത്തിൽ ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഈ പാക്കേജും കോർപ്പറേറ്റ് വൽക്കരണം എല്ലാ ഭാഗത്തും നടപ്പിലാക്കാൻ കോർപ്പറേറ്റുകൾക്ക് സഹായകമായ വിധത്തിലാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമ്പന്ന വിഭാഗത്തിൻ്റെ താല്പര്യമാണ് ഈ പാക്കേജിലും പ്രതിദാനം ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് ദുരിതം വിതക്കുകയും ചെയ്യുന്ന ഒരു വർഗ സമീപനം ഈ രംഗത്തും BJP സർക്കാർ സ്വീകരിച്ചതായിട്ട് കാണാം. 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജിൽ ഇതിനകം 1 ലക്ഷം കോടി രൂപ പോലും നേരിട്ട് ജനങ്ങളുടെ കയ്യിൽ എത്തുന്നില്ല. 500 രൂപ വെച്ച് 3 മാസം നൽകും എന്ന് ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു. പിന്നെ സമ്മാൻ പദ്ധതിയിലൂടെ കൃഷിക്കാർക്കുള്ള 2000 രൂപയും സൗജന്യ റേഷനുമാണ് പ്രഖ്യാപനമായി പുറത്തു വന്നിരിക്കുന്നത്. കൃഷിക്കാർ, സൂക്ഷ്മ ചെറുകിട സംരംഭകർ, ധനകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ കോർപ്പറേറ്റുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കൃഷിക്കാരുടെയും ചെറുകിട സംരംഭകരുടെയും വായ്പകളെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും അപ്പോൾ ബാങ്കുകളിലൂടെ ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ബാങ്ക് വായ്പ എന്നത് ഏത് തരത്തിൽ നൽകും എന്നിപ്പോഴും വ്യക്തമല്ല. ഗൗരവതരമായൊരു പ്രശ്നമായി ഇതെന്ന് മാറിയിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഈ പ്രതിസന്ധി വന്ന ശേഷം 8.5 ലക്ഷം കോടി രൂപ ബാങ്കുകൾക്ക് കൂടുതലായി വായ്പ കൊടുക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പലിശ നിരക്കും ഗണ്യമായി കുറച്ചു. മെയ് മാസം ആദ്യം ബാങ്കുകൾ 8.5 ലക്ഷം കോടി രൂപ തിരിച്ച് റിസർവ് ബാങ്കിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്ത റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതും 3.5% പലിശക്ക്. 5.5% വരെ പലിശ നൽകി റിസർവ് ബാങ്കിൽ നിന്നും പണമെടുത്താണ് ഇത്രയും പലിശക്ക് അവർ തിരിച്ചടച്ചത് എന്ന് നാം ഓർക്കണം. ഇത് വ്യക്തമാക്കുന്നത് ബാങ്ക് വഴിയുള്ള വായ്പാ വിതരണം അപ്രായോഗികമാണ്. അത് എടുക്കാൻ ആളുകൾ സന്നദ്ധമല്ല എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാക്കപ്പെട്ടു. ഈ തിരിച്ചടവ് എന്നത് ഇടപാടുകാരനെയാണ് ഇനി പൊളിക്കുക എന്നത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ പൊളിഞ്ഞു തുടങ്ങിയാൽ പരിഭ്രാന്തിയോടെ ജനങ്ങൾ വന്ന് പണം ബാങ്കിൽ നിന്ന് കൊണ്ടുപോകും.
ഇത്തരമൊരു സാഹചര്യത്തെ നേരിടണമെങ്കിൽ പരമാവധി കാശ് സൂക്ഷിക്കുക എന്നത് മാത്രമാണ് ബാങ്കുകളുടെ വഴി. അതുകൊണ്ട് വായ്പകൾ ബാങ്കുകൾ നൽകുന്നതിന് സാധ്യത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞു. ഇത് നടത്തിയ പ്രഖ്യാപനങ്ങൾ വെറും പ്രായോഗികമല്ല, അത് വെറും ബാങ്ക് വായ്പ എന്നത് വാഗ്ദാനം വെള്ളത്തിൽ വരച്ച ഒരു വരവോലിയായിട്ട് മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ കയ്യിൽ പണം ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് കൃഷിക്കാർക്കും സംരംഭകർക്കും നൽകി എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ കാലത്ത് പലിശയ്ക്ക് കുറവില്ല. ഇക്കാലത്ത് പലിശയെങ്കിലും ഇളവ് ചെയ്യണമെന്ന ആവശ്യം പോലും കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഫലത്തിൽ ഒരു മാറ്റവും സ്ഥിതിഗതികളിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. CPIM ആവശ്യപ്പെട്ടത് 7500 രൂപയെങ്കിലും ഓരോ വ്യക്തിയുടെ പേരിലും നൽകണം എന്നതായിരുന്നു. 6 മാസത്തെ സൗജന്യ റേഷൻ എല്ലാവർക്കും നൽകണം എന്നും CPIM ആവശ്യപ്പെട്ടു. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൊഴിലില്ലാത്തവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക സഹായം പ്രഖ്യാപിക്കണം, വ്യക്തിപരമായ സഹായം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടു. ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാൻ കേന്ദ്രം തയ്യാറല്ല. ജനങ്ങളുടെ കയ്യിൽ പണമെത്തിയാൽ മാത്രമേ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഓരോ ഇടപെടലുകളും. സമ്പദ്ഘടനയിൽ ചലനം ഉണ്ടാകണമെങ്കിൽ സർക്കാർ നേരിട്ട് തന്നെ പണം ഇറക്കണം. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറല്ല. കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇടപെട്ട രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. 1 വർഷക്കാലം കമ്പനികൾക്ക് പാപ്പർ സൂട്ട് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപനവും പണം നൽകുമെന്ന് പറയുന്ന ബാങ്കുകളെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന സ്ഥിതി വന്നു ചേർന്നു എന്നത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ. ഇതെല്ലാം കാണിക്കുന്നത് കോവിഡിൻ്റെ അവസരം ഉപയോഗിച്ച് കോർപ്പറേറ്റുകളെ എങ്ങനെ കൂടുതൽ മൂലധനം വർദ്ധിപ്പിക്കാം എന്ന ചിന്തയാണ് കേന്ദ്രത്തിനുള്ളത്. ഇതിൻ്റെ ഭാഗമാണ് ഇനി തന്ത്രപ്രധാനമായ മേഖലയിൽ മാത്രം പൊതുമേഖല ഉണ്ടാവുകയുള്ളൂ എന്ന് കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം. അത് തന്നെ ഏറി വന്നാൽ 4 സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തന്ത്രപ്രധാന മേഖലകളായ ആറ്റമിക് എനർജി, ബഹിരാകാശം, റെയിൽവേ, പ്രതിരോധം, ഖനനം തുടങ്ങിയ എല്ലാ മേഖലകളിലും കോർപ്പറേറ്റുകൾ കടന്നു വരാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ഈ തീരുമാനത്തിൻ്റെ പിറകിലുള്ളത്. പ്രതിരോധ മേഖലയിൽ 74% വിദേശ കമ്പനികളുടെ നിക്ഷേപത്തിന് തയ്യാറായിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്തൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. 5 ലക്ഷം ഏക്കർ ഭൂമി കൽക്കരിപ്പാടങ്ങളും ധാതു പരിവേഷണത്തിനും ഖനനത്തിനായി നീക്കിവെച്ച് കഴിഞ്ഞു. ഇതിനു പുറമെ 1.5 ലക്ഷം കോടി രൂപ നികുതികളവായി കോർപ്പറേറ്റുകൾക്ക് നൽകിക്കഴിഞ്ഞു. ഇത് എല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 2G സ്പെക്ട്രത്തേക്കാൾ വലിയ കുംഭകോണമാണ് രാജ്യത്ത് അരങ്ങേറിയിരിക്കുന്നതിൻ്റെ സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലം കോർപ്പറേറ്റുകളുടെ സുവർണകാലമായി ഇന്ന് മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ കയ്യിൽ നേരിട്ട് പണം ലഭ്യമാകാതെ സമ്പദ്ഘടനയെ ചലിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അത് ഉൾക്കൊള്ളാൻ കേന്ദ്രം തയ്യാറാകാത്തത് മുതലാളിത്ത സമീപനത്തിൻ്റെ ഭാഗമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നു. കേന്ദ്രത്തിൻ്റെ നിലപാടിൽ പരിശോധിക്കപ്പെടേണ്ടുന്ന മറ്റൊരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് യാതൊരു സഹായവും നൽകാൻ കേന്ദ്രം തയ്യാറല്ല. ആകെ നടത്തിയൊരു പ്രഖ്യാപനം സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി 5% ഉയർത്തി എന്നുള്ളതാണ്. 3% നിന്ന് 5% ഉയർത്തിയ കാര്യം വളരെയധികം പ്രചാരണം നൽകിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന് കമ്പോളത്തിൽ നിന്ന് വായ്പ എടുക്കുന്നതിന് നിബന്ധനയും കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയാത്ത രീതിയിലുള്ള അനുഭവം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരം വായ്പ എടുക്കുന്നതിന് ഒരു നിബന്ധന കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന എന്താണ്, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പോലും
ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് കവർന്നെടുക്കുക. സാധാരണ ജനങ്ങൾ സ്വീകരിക്കാൻ ഇടയില്ലാത്ത നയങ്ങളെ സ്വീകരിപ്പിക്കുന്നതിന് ഉപാധിയായി ദുരിതങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ എന്തും അടിച്ചേൽപ്പിക്കാം. അതിനുള്ള അവസരമായി കേന്ദ്ര ഗവൺമെൻറ് ഇന്നത്തെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ വേണം മുതലാളിത്ത സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യലിസ്റ്റ് വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന, മുതലാളിത്തത്തിന് ബദൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ പരിശോധിക്കേണ്ടത്. കേരളത്തിന് ഈ നേട്ടങ്ങൾ നേടാൻ കഴിയതിൻ്റെ പിന്നിൽ അതിനെ വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലതുപക്ഷം കേരളത്തിലെ ഈ നേട്ടങ്ങളെ യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കാൻ തയ്യാറല്ല. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇന്നത്തെ സ്ഥിതി എങ്ങനെയുണ്ടായി? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമാണ്. അതാണ് രണ്ട് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള വ്യതിരക്തത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും നടത്തിയ സമരമാണ് നമ്മുടെ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം. ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായത് എന്ന് നാം തിരിച്ചറിയണം. 1957 EMSന് നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ കാലത്താണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ട് കീഴിലുണ്ടായിരുന്ന മലബാറിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായത്. അതുവരെ ഏറ്റവും പിന്നണിയിൽ കിടന്ന പ്രദേശങ്ങളിൽ മാറ്റം വരുത്താൻ ആ ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ നയം, പൊതുവിദ്യാഭ്യാസ നയം സഹായകരമായി. കേരള സംസ്ഥാന പാർട്ടി ഇത് സംബന്ധിച്ച് 1957 ജൂൺ മാസത്തിൽ തൃശ്ശൂരിൽ ചേർന്ന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ ഇതിൻ്റെ സാക്ഷ്യപത്രമാണ്. എങ്ങനെ മലബാറിൻ്റെ വികസനം വേണം, കേരളത്തിൻ്റെ പൊതുവികസനത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള വ്യക്തമായ രൂപരേഖ മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആഗോളവൽക്കരണ നയങ്ങൾ ശക്തിപ്പെട്ട 90കളായപ്പോഴേക്കും ആരോഗ്യമേഖല ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളിൽ വലിയ കുറവ് ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ 2006-2011 കാലത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഈ രംഗത്ത് സംസ്ഥാന വിഹിതത്തിൽ ശ്രദ്ധേയമായ വർധനവുണ്ടായത് എന്നത് ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം. പിന്നീട് വന്ന UDF സർക്കാർ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ വന്ന അധികാരത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ആരോഗ്യമേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ ആരോഗ്യമേഖലയിലുള്ള ചെലവ് വൻതോതിൽ വർദ്ധിച്ചു. ഡോക്ടർമാരും സ്റ്റാഫുമായി 5771 പേരെ പുതുതായി നിയമിച്ചത് കേരള ചരിത്രത്തിൽ ഇത്രയേറെ പേർക്ക് നിയമനം നൽകിയത് ആദ്യമായിട്ടാണ്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ വൈകുന്നേരം വരെ OP സംവിധാനം, ഇത് ആദ്യത്തെ ഒരു ഇടപെടലാണ്. ആർദ്രം പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലാണ് കേരളത്തിൽ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിടാൻ കേരളത്തിന് ശക്തി പകർന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സമീപനം ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു. ജനങ്ങളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ ഗവൺമെൻറ് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷത്തോളം പേർക്ക് സാമ്പത്തിക സഹായം നൽകി. അത്തരം പെൻഷനുകളൊന്നും ലഭിക്കാത്ത വ്യക്തികൾക്ക് 1000 രൂപ പ്രത്യേകമായി അനുവദിക്കാൻ സർക്കാർ തയ്യാറായി. തൊഴിലുറപ്പ് പദ്ധതിയുടെ 2000 കോടിയുടെ തൊഴിൽ ദിനം നൽകി ഇടപെട്ടു. കുടുംബശ്രീ വഴി 2000 കോടി രൂപയുടെ വായ്പ അനുവദിക്കുന്ന തീരുമാനമെടുത്തു. 3% പലിശയ്ക്ക് 50,000 രൂപ വരെ കേരള ബാങ്ക് വഴി വായ്പയും നൽകി. ഇത്തരം ഇടപെടലിലൂടെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക, സമ്പദ്ഘടനയെ ചലനാത്മകമായി മാറ്റുക എന്താണ് ഈ തീരുമാനത്തിൻ്റെ പിറകിലുള്ളത്. ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുന്നതിന് പലവ്യഞ്ജന കിറ്റുകൾ നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിലും അടിയന്തരമായി സഹായം നൽകുന്ന പദ്ധതിയിലൂടെ സമ്പദ്ഘടനയെ ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടു. പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന നൽകി എന്നതാണ്
ഇതിൻ്റെ സവിശേഷത. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന നയം സർക്കാർ കൊണ്ടുവന്നു. ഒരാൾ പോലും കോവിഡ് കാലത്ത് പട്ടിണി കിടക്കരുത് എന്ന സമീപനം ഈ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ ഫലമായി രൂപപ്പെട്ട ഒരു ആശയമാണ്. ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനും സമ്പദ്ഘടനയെ ചലിപ്പിക്കുന്നതിനും വേണ്ടി സ്വീകരിച്ച നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ രോഗപ്രതിരോധത്തിന് ക്രിയാത്മകമായ നടപടികളും സ്വീകരിച്ചു എന്നത് ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിവിധ തലങ്ങളുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാനുള്ള നേരിട്ട ഇടപെടലാണ് ആദ്യമായി വരുന്നത്. രോഗം വന്നെത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എന്നതിനാൽ അവിടെ നിന്ന് വരുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ട് രോഗത്തിൻ്റെ വ്യാപനം തടയുക എന്ന സമീപനം സർക്കാർ സ്വീകരിച്ചു. രണ്ടാമതായി, രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ പരിശോധനയ്ക്ക് വിധേയമായി. രോഗം കണ്ടെത്തി ആവശ്യമായ ചികിത്സകൾ നൽകി രോഗവിക്തമാക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു. പുതിയ ജനവിഭാഗങ്ങളിലേക്ക് രോഗം ബാധിക്കാതിരിക്കണമെങ്കിൽ സമ്പർക്കം കുറക്കുക എന്ന ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചു. അതിനാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. ഇത്തരം നിലപാട് ഇന്ത്യയിൽ സ്വീകരിച്ച ആദ്യത്തെ സർക്കാർ കേരളത്തിലതാണ് എന്ന് ലോകം ശ്രദ്ധിച്ചു. ലോക്ക്ഡൗൺ മനുഷ്യനെ മാത്രമല്ല ജീവജാലങ്ങളെയും സസ്യങ്ങളെയുമെല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കും. അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട നടപടി എന്താണ്? അതിനാവശ്യമായ നടപടികളും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. ഭാവിയെ കൊണ്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നതാണ് മറ്റൊരു ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യം. COVID-19 വരവ് ഗുരുതരമായ ചില ഭവിഷ്യത്തുകൾ നാടിനെ നയിക്കുകയാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന പ്രവാസികളുടെ സഹായത്തിന് വലിയ കുറവാണ് വരാൻ പോകുന്നത്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വേണ്ടത്ര ലഭ്യമാകാൻ മറ്റ് സംസ്ഥാനങ്ങളുടെ രോഗാവസ്ഥ അനുവദിക്കുമോ എന്ന പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജീവനോപാധികൾ നൽകാനുള്ള പദ്ധതികളും നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇവയെ ദീർഘവീക്ഷണത്തോടെ സമീപിക്കുന്നതിൻ്റെ ഭാഗം സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു. അതാണ് സുഭിക്ഷ കേരളം പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വെറും പദ്ധതിയല്ല. ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി 3860 കോടി രൂപ നീക്കിവെച്ച് കഴിഞ്ഞു. ഈ കാലത്ത് ക്ഷേമ പെൻഷനുകളുടെ ഭാഗമായി 4709 കോടി രൂപ വിതരണം ചെയ്തു. ക്ഷേമ പദ്ധതികളെ ശക്തിപ്പെടുത്തുന്നതിനും വ്യവസായങ്ങളെ ചലനാത്മകമാക്കുന്നതിനുള്ള പദ്ധതികൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ സംവിധാനം എണ്ണ ഇട്ട യന്ത്രം പോലെ ചലിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് ലോകം ശ്രദ്ധിച്ചത്. നവോത്ഥാന മൂല്യങ്ങളുടെയും ജനാധിപത്യപരമായ പോരാട്ടങ്ങളുടെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്ന അന്തരീക്ഷം കൂടിയാണിത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തുക എന്നത് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി പൊതു സംവിധാനങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ശ്രമിക്കുമ്പോൾ അവയെ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷം നടത്തിയ പോരാട്ടവും ഇടപെടലും. നമ്മുടെ ഈ പ്രതിരോധത്തിന് അത് അടിത്തറയായി മാറിയത് ഈ സന്ദർഭത്തിൽ നാം ജനങ്ങളെ പഠിപ്പിക്കണം. രാഷ്ട്രീയ സമരങ്ങളുടെ അടിത്തറ കൂടിയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയം എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. 3.5 ലക്ഷത്തോളം വരുന്ന സന്നദ്ധ സേവന പ്രവർത്തനം നടത്താൻ ജനങ്ങൾ മുന്നോട്ട് വന്നത് ജനകീയ ഇടപെടൽ കൂടിയാണ് പ്രതിരോധം എന്ന ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് അതിൽ പ്രതിഫലിക്കുന്നത്. മറ്റൊരിടത്തും കാണാത്ത ഇത്തരമൊരു മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ടായത് എന്തുകൊണ്ടാണ്? ഇത് ജനങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ജനങ്ങൾക്ക് നേരിട്ട് അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. രോഗപ്രതിരോധത്തിലുള്ള ചെലവുകൾ, ജനജീവിതം സംരക്ഷിക്കുന്നതിന് നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പിന്തുണ തുടങ്ങിയ പുതിയ ആവശ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. പുതിയ ചെലവ് വേണ്ടിവരും. നിലവിലുള്ള വരുമാനം തന്നെ ഇല്ലാതാകും. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിസന്ധിയെ മറികടക്കണം. ഒരു ജനതയ്ക്ക് ഇതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? ചെലവ് കൂടുകയും വരുമാനം നിലക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? ഇത്തരം സാഹചര്യത്തിൽ വിവിധ തരത്തിൽ സഹായിക്കാൻ ശേഷിയുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.
അതുകൊണ്ടാണ് ദുരിതാശ്വാസ നിധി സംഭാവന സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ കൈയടിച്ച് സഹായം നൽകുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കാൻ സാധിച്ചത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം സേവന സന്നദ്ധരായി ജനങ്ങൾ ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ വ്യാപൃതമാകുന്നു എന്നതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. നാട്ടിൽ ദുരിതങ്ങൾ വരുമ്പോൾ അതിന് ലാഭം കൊയ്യുക എന്നതാണ് മുതലാളിത്തം സ്വീകരിക്കുന്ന സമീപനം. അവർ സൃഷ്ടിക്കുന്ന അഴിമതിയെയും കരിഞ്ചന്തയും എല്ലാം പ്രതിരോധിക്കാൻ, ജനദ്രോഹ നയങ്ങളെ പ്രതിരോധിക്കാൻ ഈ സ്ഥിതിവിശേഷത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നു. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവരെയും അശാസ്ത്രീയ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. അവയെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പ്രത്യയശാസ്ത്ര പഠനം അനിവാര്യമാണ്. ഇവിടെയാണ് ആശയ പഠനത്തിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. കോവിഡ് കാലം നമ്മെ പുതിയ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനിടയാക്കി. എന്തുകൊണ്ടാണ് വികസിത മുതലാളിത്ത രാഷ്ട്രങ്ങൾ വലിയ സമ്പത്തും സാങ്കേതിക വിദ്യകളും ഉണ്ടായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്നത്, വിറങ്ങലിച്ച് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ ഇത്തരം ഒരു ഇടപെടൽ നടത്താൻ നമുക്ക് സാധിച്ചത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ മുതലാളിത്ത സമൂഹത്തിൻ്റെ സവിശേഷത എന്തെന്ന് നേരത്തെ പ്രതിപാദിച്ച കാര്യങ്ങൾ നാം ഒന്നുകൂടി ജനങ്ങളെ പഠിപ്പിക്കണം. അതിൻ്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങളെ തുറന്നു കാണിക്കണം. കേരളത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ള ചാലകശക്തി ബഹുജനങ്ങളുടെയും സാധാരണക്കാരുടെയും മനുഷ്യരായി കാണുന്ന ഒരാശയഗതിയുടെയും അടിത്തറയും കൂടി ഭാഗമാണെന്ന് ഈ സന്ദർഭത്തിൽ ജനങ്ങളെ പഠിപ്പിക്കണം. മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രായോഗിക പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് സാധ്യമായ കാര്യം എന്തുകൊണ്ടാണ് മുതലാളിത്ത രാജ്യങ്ങൾക്ക് സാധ്യമാക്കാൻ കഴിയാത്തത്? ഇത് പ്രത്യയശാസ്ത്രം കാണുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. എന്താണ് യാഥാർത്ഥ്യം? നമ്മുടെ സംസ്ഥാനത്തിലെ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളെ നയിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആശയഗതിയും സംസ്കാരവുമാണ്. അതാണ് കേരളത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാനും മനുഷ്യ സമൂഹത്തിൻ്റെ ഗുണപരമായ ജീവിതത്തിന് ഏത് വ്യവസ്ഥയാണ് സഹായകമായിട്ടുള്ളത് എന്ന ആഴത്തിൽ മനസ്സിലാക്കാൻ കിട്ടുന്ന അവസരമാണിത്. പുറത്ത് കാണുന്ന അനുഭവങ്ങൾക്കപ്പുറത്ത് അവയ്ക്കെല്ലാം അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ഘടകങ്ങളെ തിരിച്ചറിയുമ്പോഴേ ശരിയായ കാഴ്ചപ്പാട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു ദിശാബോധം നമുക്ക് പകരണമെങ്കിൽ പ്രത്യയശാസ്ത്ര ധാരണകളെ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നത് നാം തിരിച്ചറിയണം. ഈ കോവിഡ് കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാർക്സിസം എന്നത് ഒരു പ്രതികരണ പ്രസ്ഥാനം മാത്രമല്ല, ഏതൊരു പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനം എന്തെന്ന് അത് അന്വേഷിക്കുകയാണ്, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയാണ്, വീണ്ടും പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കാര്യകാരണ ബന്ധത്തോടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പരിഹരിക്കുന്നതിനുള്ള ഇടപെടലാണ് മാർക്സിസത്തെ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ കിട്ടിയ ഒരവസരമാണ്. സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള സമന്വയമാണ് മാർക്സിസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെ അറിവിനെ പ്രയോഗിക്കുകയും പ്രയോഗത്തിൽ നിന്ന് അറിവിനെ നവീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് മാർക്സിസം പിന്തുടരുന്നത്. അത്തരം ദിശയിലൂടെ മുന്നോട്ട് നീങ്ങി ലോകത്തെ ജനങ്ങൾക്കാകമാനം സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്യുന്നതിന് തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് അനിവാര്യം എന്ന് ഈ ഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പ്രത്യയശാസ്ത്രപരമായ പഠനം അനിവാര്യമാണ്. മാർക്സിസം ശാസ്ത്രീയമായ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമെന്ന നിലയിൽ നിലകൊള്ളുന്ന ദർശനമാണ് മാർക്സിസം. ഈ കോവിഡ് കാലം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് നമുക്ക് ഈ സാഹചര്യം പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് നാം പാഠം പഠിക്കണം, മുന്നോട്ട് പോകണം.
അതിന് മാർക്സിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് നമ്മുടേതായ സാഹചര്യങ്ങൾ അത് പ്രയോഗിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗം അതുമാത്രമാണ്. ശാസ്ത്രീയമായ ചിന്തകളും ജീവിതവുമാണ് മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള വഴി എന്ന് കോവിഡ് കാലത്തെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചു. സമൂഹത്തിൻ്റെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിനും ഇതുതന്നെയാണ് വഴി. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യയശാസ്ത്ര പഠനങ്ങളിൽ മുഴുകുക എന്നത് ഈ കാലഘട്ടത്തിൽ പ്രധാനമായി തീർന്നിരിക്കുകയാണ്. സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടം, ആശയ സമരം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ആശയ സമരമായി നാം ഏറ്റെടുക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇഴകിച്ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട് ജനങ്ങളുടെ നേതാവായി മാറാൻ തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രം ഉയർന്ന് പ്രവർത്തിക്കണം. ആ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകന്മാർ, സഖാക്കൾ ഈ പ്രത്യയശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയണം. അതിന് സഹായകമായ വിധത്തിൽ വിവിധ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ വിലയിരുത്തുന്ന പഠന പരിപാടികളാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇത് ക്ഷമയോടുകൂടി കേട്ടിരിക്കുക എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് സമയം കേട്ട് വിരസമാകുമ്പോൾ, പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളാകുമ്പോൾ അതിൽ ആണ്ടിറങ്ങി നിൽക്കാൻ ചിലപ്പോൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് സാധിച്ചു എന്ന് വരുന്നില്ല. ഒരു പഠന ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അധ്യാപകൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നത് കേട്ടു എന്ന് വരും. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ ആശയ പ്രചരണത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഈ സംവിധാനം, വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനുള്ള അവസരം നാം പാഴാക്കരുത്. എല്ലാവരും വീട്ടിലിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള പഠന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ പ്രത്യേകമായ സമയം പാർട്ടി സഖാക്കൾ അതിനു വേണ്ടി നീക്കിവെക്കണം. അങ്ങനെയുള്ള ഗഹനങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തരായിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളെ, നേതാക്കളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര പഠന പരിപാടിയാണിത്. മാർക്സുമായി ബന്ധപ്പെട്ട വിവിധ പുസ്തകങ്ങളെ സഖാക്കൾക്ക് പരിചയപ്പെടുത്താൻ ഉള്ള പദ്ധതി കൂടിയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അത്തരം വിപുലമായ പ്രത്യയശാസ്ത്ര പഠന പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെയും പഠന ഗവേഷണ കേന്ദ്രത്തെയും എൻ്റെ അഗൈതമായ നന്ദി സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സഖാക്കളെയും ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ സഖാക്കൾക്കും ആശംസകൾ, വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.